കേസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് ഖാലിദ് ജമീലിന്റെ ഒരു പ്രഖ്യാപനം ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റിയൊക്കെ വീഡിയോയിൽ സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഇതുവരെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളിലൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഷോർട്ട് ടൈം കോൺട്രാക്റ്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഫുൾ ടൈം ജോബായിരിക്കുമോ, മുമ്പത്തെ പോലെ ഒരു പാർട്ട് ടൈം ജോബായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യവും ഇപ്പം നിലനിൽക്കുന്നു. അതിനും ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇതുവരെ ജംഷഡ്പൂർ FC അവരുടെ ഒരു വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ നിന്നോ ഒന്നും ഒരു കാര്യം പുറത്തേക്ക് വിടുന്നില്ല. അവരുടെ പരിശീലനമായിട്ട് കോൺട്രാക്റ്റിലുള്ളൊരു പരിശീലകനാണല്ലോ ഇദ്ദേഹം. അപ്പം അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകുമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജോലിയാണ് എന്നുള്ള തരത്തിൽ. എന്താണെങ്കിലും നമ്മൾ ഇന്നലെ തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ചില സൂചനകൾ ഇതൊരു ഡുവൽ റോളാണോ എന്നുള്ള തരത്തിൽ, മുമ്പ് മനോള വർക്ക് ചെയ്ത തരത്തിൽ ആണോ എന്നുള്ള തരത്തിലൊക്കെ ഉണ്ട് എന്നുള്ളത് കൺഫർമേഷൻസ് വരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു എന്നുള്ളത് മാത്രം ഒന്നുകിൽ നിലവിൽ കോൺട്രാക്ട് സിറ്റുവേഷൻസോ ഇതൊരു ഡുവൽ റോളാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതർവൈസ് ഇതൊരു ഡുവൽ റോളിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ എന്തിന് പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ടൊരു പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തിയതാകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഡിഫറൻറ്റ് സോഴ്സസ് ഒക്കെ പറയുന്നൊരു കാര്യം ഇതൊരു ഷോർട്ട് ടേം ഉള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ക്വാളിഫയേഴ്സ് വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ IM വിജയനും ഒരു സൂചന പോലെ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇതൊരു ഡുവൽ റോള് തന്നെയാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഡുവൽ റോളാണെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. കാരണം ഒന്നാമത് ഇദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ല. അതിനോടൊപ്പം തന്നെ 2 ജോലികൾ ഒന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനോലയുടെ സാഹചര്യത്തിൽ ഫെയിലിയർ ആണ് എന്നുള്ളത് കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ മനോലയുടെ കേസിൽ ആദ്യം ഒരു പാർട്ട് ടൈം ആയിട്ട് വന്ന് പിന്നീട് ഫുൾ ടൈം ജോബിലേക്ക് വരുമെന്നൊക്കെയുള്ള ഹോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പോയി. എന്നാൽ മറ്റൊരാൾ വരുമ്പോൾ വീണ്ടും ഒരു പാർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പണം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ബലിയാടാക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പം ഖാലിദ് ജമീലിനെ ആക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പറയുന്നു. അപ്പം ബലിയാടാക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നുള്ള നിലയ്ക്ക് വേണം സംസാരിക്കാൻ. ഇനി AFFും അല്ലെങ്കിൽ AFF ടെക്നിക്കൽ കമ്മിറ്റി കൂട്ടങ്ങളും ക്ലൗൺസ് ആണ് എന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ കോച്ചിനെ ഹയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്തൊരു ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചേട്ടും ഇൻ്റർനാഷണൽ ഫുട്ബോളിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് ഇത്ര കാലയളവ് വേണമെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. അത് ഏത് വേദികളിലൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. 170ഓളം ആപ്ലിക്കൻസ് വന്നു. അതിൽ ചാവി പെപ് ഗാർഡിയോള നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഖാലിദ് ജമീലിനെ. ഖാലിദ് ജമീൽ ഒരിക്കലും ഒരു മോശം കോച്ചോ ഒന്നുമല്ല. അദ്ദേഹം നല്ല കോച്ച് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് എവിടെയാണ് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളത്? ഇത്രയും ക്രൈറ്റീരിയ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നത് ആ ക്രൈറ്റീരിയയിലൊന്നും ഫുൾഫിൽ ചെയ്യാത്ത ഒരാൾ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അത് വെച്ചത്? ഇത് എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചതാണോ? യാതൊരു വിധത്തിലുള്ള ബോധമില്ലാത്ത മണ്ടന്മാർ ഇരുന്ന് ഓരോ കാര്യങ്ങളെടുത്ത് വീണ്ടും വീണ്ടും കാര്യങ്ങൾ വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും കമ്പോസിറ്റ് അമേരിക്കൻ സൈനിങ് ഓഫ്.